റഹീം MP-യുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. അദ്ദേഹത്തെ ഒരുപാട് പേര് ട്രോളുന്നുണ്ട്. സത്യത്തിൽ ഇത്രയൊക്കെ ട്രോളേണ്ട ആവശ്യമുണ്ടോ? കാരണം അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഭാഷ പോക്കാണ്, അത് ഞാൻ മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. അതെങ്കിലും പറയാൻ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. കുറച്ച് നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിട്ടാണ് പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നത് നല്ലത് തന്നെയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ അടിസ്ഥാന ഗുണം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഭാഷാ പ്രശ്നത്തിൽ അന്നത്തെ അദ്ദേഹത്തിൻ്റെ കർണാടകത്തിൽ വെച്ചുള്ള പത്രക്കാരോട് അദ്ദേഹം സംസാരിക്കുന്ന ചാനലുകളോട് സംസാരിക്കുന്ന രംഗം ഞാൻ കണ്ടതാണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ എന്തോ പറയാൻ ശ്രമിച്ചു. ഒരു കാര്യവും പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ് പ്രശ്നമായത്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു അഡ്ജസ്റ്റബിളായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇത് വല്ലാതെ ഒരു വിമർശനത്തിന് വിധേയമായി. അവിടെ പ്രശ്നം, ഒരു പാർലമെൻറ്റിലെ MP ആയിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ അങ്ങനെ പറ്റിയില്ല എന്നൊരു ചോദ്യം. പാർലമെൻറ്റിലെ ഒരു MP സത്യത്തിൽ ഇംഗ്ലീഷിലേ സംസാരിക്കാവുള്ളൂ എന്നില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ പാർലമെൻറ്റിനകത്ത് ഏത് ഭാഷയിൽ സംസാരിക്കാം. ഇന്ത്യയിലെ ഏത് ഔദ്യോഗിക ഭാഷയിലും നമുക്ക് നിരവധി ഭാഷകളുണ്ട്. അതവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സൗകര്യമുണ്ട്. പണ്ടൊരു തമാശ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തികൾ ഇപ്പോഴുള്ള മുൻ പാർലമെൻറ്റിലാണ്. 10 കൊല്ലം മുമ്പത്തെ കഥയപ്പാണ്. 2 പേര്, ഒന്ന് ശശി തരൂരും മറ്റേത് തമിഴ്നാട്ടിൽ നിന്നുള്ള അഴഗിരിയാണ് എന്നൊരു തമാശയായിട്ട് പാർലമെൻറ്റിൽ തന്നെ വല്ലതും പറയാനത്രേ. 2 പേർക്കും ഭാഷയാണ് പ്രശ്നം. നമ്മളാലോചിക്കുക, തരൂരിന് എന്താ ഭാഷയുടെ പ്രശ്നം? അഴഗിരിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അഴഗിരിക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് മനസ്സിലാവില്ല. അദ്ദേഹത്തിന് തമിഴ് മാത്രമേ പറ്റുള്ളൂ. തരൂരിൻ്റെ പ്രശ്നം വെച്ചാൽ തരൂർ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം. പക്ഷേ തരൂർ പറഞ്ഞ ഇംഗ്ലീഷ് ഒരുത്തരും മനസ്സിലാവില്ല. അതാകുമ്പോൾ അതിലൊരു ഇംഗ്ലീഷാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് എന്നുള്ളതാണ് തരൂരിൻ്റെ അവസ്ഥ. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരുന്നതുകൊണ്ട് തന്നെയാണ് പണ്ട് ഹോളി കൗ തമാശയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇവിടെ അന്ന് CPM-ൻ്റെ നേതാവ് പറയുകയും ചെയ്തു, ഈ കൗ എന്ന് ഉദ്ദേശിച്ചത് കോൺഗ്രസിൻ്റെ അങ്ങ് തലപ്പത്തുള്ളൊരു വനിതാ നേതാവിനെയാണെന്നും അവരുടെ മകൻ മൂരിക്കൂട്ടറാന്നൊക്കെ പറഞ്ഞ് അതാരായിരുന്നു കേരളത്തിൻ്റെ ഒരു CPM നേതാവ് തന്നെ. അദ്ദേഹം കുറേ തമാശയൊക്കെ പറയുന്ന ആളാണ്, മലബാറിൽ നിന്നുള്ളൊരു നേതാവാണ്. ഇങ്ങനെയൊക്കെ കുറേ തമാശയൊക്കെ അടിച്ചു. എന്തായാലും ഭാഷ എന്ന് പറയണത് ഒരു വിനിമയോപാധിയാണ്. അത് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ആയിരക്കണക്കിന് ഭാഷയുണ്ട്. ഒരു 10-15 നമ്മൾ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റുകളിലൊക്കെ കാര്യത്തിലും നാഷണൽ ലെവലും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യക്ക് 2 പ്രഥമ ഔദ്യോഗിക ഭാഷകളുണ്ട്. അതാണ് ഇംഗ്ലീഷും ഹിന്ദിയും. ഹിന്ദി 1, ഇംഗ്ലീഷ് 2. പിന്നെ ബാക്കി നമ്മുടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളിയൊക്കെ ഉൾപ്പെടുന്ന വേറെ കുറേ ഭാഷകൾ. ഇതൊക്കെ ഷെഡ്യൂളിൽ പെട്ടേക്കുന്ന ഭാഷകളാണ്. ആ ഭാഷയ്ക്കൊക്കെ മൂല്യമുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ കയ്യിരിക്കുന്ന ഒരു കറൻസി നോട്ട് എടുത്ത് നോക്കിയാൽ മതി. 100 രൂപയുടെ 500 രൂപയുടെയൊക്കെ നോട്ടിൽ ഈ ഭാഷയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ട പ്രധാന ഭാഷകൾ തന്നെയാണ്. ഇതിനപ്പുറം ഒത്തിരി ഭാഷകളുണ്ട്. ആകെ 1-2 പേര് മാത്രം സംസാരിക്കുന്ന ഭാഷ പോലും ഇന്ത്യയിലുണ്ട്, ഇല്ലയെന്നല്ല. ചില ഡയലക്ട്സാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ത്യയുടെ കാര്യത്തിൽ ഭാഷ ഇത്തിരി കോംപ്ലിക്കേഷനാണ്. നമുക്ക് ഒത്തിരി ഭാഷകളുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റി, അഖണ്ഡത എന്ന് പറയുന്നത് ഈ ഭാഷാ പ്രശ്നത്തിലെ മറികടക്കുന്നതിലാണ്. അപ്പം ഇന്ത്യൻ പാർലമെൻറ്റിൽ ട്രാൻസ്ലേഷൻ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് പാർലമെൻറ്റിൽ തമിഴിലോ തെലുങ്കിലോ ഒക്കെ സംസാരിക്കാം. പക്ഷേ ഇദ്ദേഹത്തെ പോലെ ഒരു അല്ല, ആയിക്കോട്ടെ, ഈവൻ റഹീം പോലും ഇന്ത്യൻ പാർലമെൻറ്റിൽ മലയാളത്തിൽ സംസാരിച്ചാൽ കുറ്റമൊന്നും പറയാനില്ല. ബ്രിട്ടാസ് സംസാരിച്ചാൽ കണ്ടിട്ടുണ്ട്. ബ്രിട്ടാസ് ഇംഗ്ലീഷ് സംസാരിക്കും. വളരെ ആവേശം കയറിയപ്പം അദ്ദേഹം മലയാളത്തിൽ സംസാരിച്ചത് അദ്ദേഹത്തിന് ഭാഷാപരിജ്ഞാനം ഇല്ലാഞ്ഞിട്ടല്ല, പകരം അദ്ദേഹത്തെ സംസാരിക്കുന്നത് കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാർ പലരും തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ തമിഴ് സംസാരിക്കും. കേരളത്തിൽ നിന്നുള്ളവർ പാർലമെൻറ്റിനകത്ത് മലയാളത്തിൽ സംസാരിച്ചാൽ നല്ലത് തന്നെയാണ്. അവിടെ കിട്ടാനുള്ള മെസ്സേജ് ട്രാൻസ്ലേഷൻ വഴി കിട്ടിക്കോളും. പക്ഷേ ഇവരെന്ത് പറഞ്ഞു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാൻ ഏറ്റവും എളുപ്പം അവർ മലയാളത്തിൽ സംസാരിക്കുന്നതാണ്. ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ, അത് വേറൊരു വിഷയമാണ്. റഹീമിൻ്റെ കാര്യത്തിൽ വിമർശനം ഉണ്ടാവാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനക്കുറവാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഏത് ഭാഷയിൽ സംസാരിച്ചോട്ടെ എന്ന് പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്കും അദ്ദേഹത്തോട്ടൊരു വിമർശനം ഉണ്ടായി. അതിൻ്റെ റീസൺ വേറെയാണ്. അദ്ദേഹം ഒരു MA-യും LLB ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് BA ഉണ്ട്, MA ഉണ്ട്, LLB ഉണ്ട്. LLB-യും MA-യും ആയിരിക്കും എടുത്തേക്കണം. ഈ BSc-യോ BA-യോ ഒക്കെ എന്തും ആയിക്കോട്ടെ, അവരിലൊന്നും അതൊക്കെ പഠിച്ചവരുടെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ലോയിൽ ഡിഗ്രി ഉള്ള ഒരാളുടെ LLB ഉള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണ്?
പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ കോടതികളിൽ വാദിക്കുക എന്നുള്ളതാണ്, വാദമാണ്. പിന്നെയും പല ഇതുണ്ട്, കോടതി ഇല്ലാണ്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കമ്പനികളുടെയൊക്കെ അഡ്വക്കേറ്റ്സൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ഇങ്ങനെയുള്ള പല ആൾക്കാരും. വാട്ട് എവർ ഇറ്റ് ബി, അവർക്ക് മെയിനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രധാന ഭാഷ അത് മലയാളമല്ല. അതിന് കമ്പനിക്കാർ ഒരു ലീഗൽ എക്സ്പെർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോടതിയിൽ വാദിക്കുന്ന ഒരാളായിക്കോട്ടെ, എൻറോൾ ചെയ്യപ്പെട്ടൊരു അഡ്വക്കേറ്റ്, അദ്ദേഹം പ്രാഥമികമായിട്ട് ഉപയോഗിക്കേണ്ടത് ഇംഗ്ലീഷ് തന്നെയാണ്. പിന്നെ ചില സ്റ്റേറ്റുകളിലെ ലോവർ കോർട്ടിൽ പ്രാദേശിക ഭാഷ ഉപയോഗിക്കാൻ അനുമതിയുണ്ട്, സമ്മതിച്ചു. എന്ന് വെച്ചിട്ട് അവരത് മാത്രമേ ഉപയോഗിക്കാവൂ എന്നില്ല. കാരണം നമുക്ക് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കോടതി വിധി നമുക്ക് ഇവിടെ കോട്ട് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കിട്ടിയാലേ കാര്യമുള്ളൂ. അത് വെച്ചിട്ടാണ്. പിന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ് ഇതിനുള്ള ആർഗ്യുമെൻറ്റിൻ്റെ ഭാഷയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തേ പറ്റുള്ളൂ ആ നിലയ്ക്ക്. പിന്നെ LLB പഠിക്കുമ്പോൾ ഇതിൻ്റെ ചില പരിശീലന കളരികളൊക്കെ ഉണ്ട്, മൂട്ട് കോർട്ട് എന്നൊക്കെ പറയും. ഞാൻ കണ്ടിട്ടുണ്ട് അഡ്വക്കേറ്റ്സ്, വിദ്യാർത്ഥികൾ അവർ വാദിച്ച് പരിശീലിക്കുന്നു, അതിന് മത്സരങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊന്നും തന്നെ മലയാളത്തിലായിരിക്കില്ല, ഇതൊക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ്. അതൊക്കെ നാഷണൽ ലെവലിലൊക്കെ കോമ്പറ്റീഷൻ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വേണ്ടേ ഒരാൾ ലോ ഡിഗ്രി എടുക്കാനായിട്ട് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ വ്യക്തിക്ക് ആംഗലേയ ഭാഷാ പ്രാവീണ്യം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ ഞാൻ റഹീമിനെ കുറ്റം പറയല്ല. എൻ്റെ ചോദ്യം, കേരളത്തിൽ പഠിച്ചൊരു വ്യക്തിക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രീതി വച്ചിട്ട് അത് ലഭിച്ചില്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. മികച്ച വിദ്യാഭ്യാസ രീതി എന്നല്ലേ പറയാം. മികച്ച വിദ്യാഭ്യാസ രീതി എന്ന് പറയണം. പക്ഷേ എത്ര മലയാളികൾ കേരളത്തിൽ പഠിച്ചവർ മറ്റു സംസ്ഥാനത്ത് പഠിച്ചവരെ പോലെ അറ്റ്ലീസ്റ്റ് അതുപോലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കും. ഓക്കെ, നമ്മൾ ടേർണിംഗ് മോർണിംഗ് എന്നും പറയണ്ടാവില്ല, ടേണിംഗ് മോർണിംഗ് എന്നായിരിക്കും പറയണേ. പക്ഷേ അതിനപ്പുറത്തേക്ക്, ആ ഉച്ചാരണത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഇംഗ്ലീഷ് അത്ര മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും കേരളത്തിന് വെളിയിൽ നിന്ന് കേരളത്തിൽ വരുന്നവരൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ പെരുമ്പാവൂരൊക്കെയുള്ള ബംഗാളികളെക്കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലാതെ കേരളം സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റുകളായിട്ട് മറ്റു രീതിക്കൊക്കെ അനേകം പേര് വരുന്നുണ്ട്, കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ. അവരൊക്കെ ഒരു മിനിമം ഇംഗ്ലീഷ് വെച്ചിട്ട് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടുത്തെ വിദ്യാഭ്യാസത്തിൽ അവർക്ക് സംസാരിക്കാൻ പറ്റും. നമ്മുടെ ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ ത്രിഭാഷാ പദ്ധതി നമ്മൾ ഉപയോഗിച്ചിട്ട്, നമ്മൾ മലയാളത്തിൽ നമ്മുടെ മാതൃഭാഷയാണ്, നമ്മുടെയൊക്കെ അടിസ്ഥാന ഭാഷ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഭാഷയുണ്ട്, ഇതാണ് അടിസ്ഥാന ഭാഷ. അത് ജീവലോകത്തിന് മുഴുവൻ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു മാതൃഭാഷ എന്ന് പറഞ്ഞ് മറ്റൊന്നെടുക്കുന്നു, അത് ഓരോ പ്രദേശത്തും നമ്മുടെ കുടുംബങ്ങളിലും ആ പ്രദേശത്തുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷ നമ്മുടേതായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. ഇത് നമ്മുടെ ഒരു ഒന്നാം ഭാഷയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ വേറെ ഭാഷകൾ നമുക്ക് ആവശ്യം വരുന്നു, നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക്, പഠനങ്ങൾക്ക് ഒക്കെ ആയിട്ട്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയിൽ നമ്മൾ മലയാളം കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് പ്രാധാന്യം. ചിലയിടത്ത് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് തന്നെയാണ് പ്രാധാന്യം, മലയാളത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മുടെ സ്കൂളിന് പുറത്തുള്ള അല്ലെങ്കിൽ കോളേജിന് പുറത്തുള്ള വ്യവഹാരങ്ങളിലാണ് കൂടുതൽ നമ്മളവിടെ മലയാളം ഉപയോഗിക്കുന്നത്. ഹിന്ദിക്ക് ഇതിലും പ്രാധാന്യം കുറവാണ്. ഹിന്ദി വാസ്തവം പറഞ്ഞാൽ നമ്മൾ 5ാം ക്ലാസ് തൊട്ട്, ഞാൻ 5ാം ക്ലാസ് തൊട്ടാണ് ഹിന്ദി പഠിക്കുന്നത്. ഒരു എല്ലാ ദിവസവും ഓരോ അവർ ഉണ്ടാവും. 5 ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ ഓരോ അവർ വെച്ച് 5 മണിക്കൂർ ഹിന്ദിക്കുണ്ട്. അപ്പം ആ പഠന കാലയളവിൽ 5 വർഷത്തോളം ഇങ്ങനെ ഹിന്ദി പഠിച്ചാൽ പോയി. എന്നിട്ട് ഹിന്ദി സംസാരിക്കാൻ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിക്കുന്നത് സ്പോക്കൺ ഹിന്ദി അല്ല, നമ്മൾ പഠിക്കുന്നത് സാഹിത്യ ഹിന്ദിയാണ്. അത് സാഹിത്യങ്ങളാണ്, പലരുടെ ലേഖനങ്ങൾ, കഥകൾ, കവിതകൾ, ഇതൊക്കെ പഠിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് ഹിന്ദി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലോ അത് ഹിന്ദിക്കാരോട് സംസാരിച്ചോ, ഹിന്ദി സംസാരിക്കാൻ നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴോ നമുക്ക് മനസ്സിലാവണം, അയ്യോ ഇങ്ങനെ അല്ലായിരുന്നു നമ്മൾ ഇത് വേണ്ടതെന്നുള്ളത്. നമ്മൾ പഠിച്ച നമ്മുടെ അക്കാഡമിക് ഹിന്ദി വെച്ചിട്ട്, സ്കൂളിലൊക്കെ പഠിച്ചത് വെച്ചിട്ട് എളുപ്പമല്ല. അല്ലെങ്കിൽ കുറച്ച് ഹിന്ദി സിനിമ കണ്ടാൽ മനസ്സിലാവും അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ളത്. സാർ പറഞ്ഞു വരുന്നത് റഹീമിൻ്റെ കുഴപ്പമല്ല, റഹീമിൻ്റെ കുഴപ്പത്തിന് അപ്പുറത്ത് കുറേ കുഴപ്പങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനും കേരളത്തിൽ പഠിച്ച ആളാണ്. ആ പഠിക്കുന്ന കാലയളവിൽ ഞാൻ ക്ലിയറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ, എൻ്റെ 10ാം ക്ലാസ്സിൽ അത്ര മോശമല്ലായിരുന്നു. എനിക്ക് 10ാം ക്ലാസ്സിൽ പിറവം സെൻറ്റ് ജോസഫ് സ്കൂളിൽ ഞാൻ പഠിച്ചത്. സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ തന്നെയാണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നത്. അദ്ദേഹം ഒരേ ഒരു ക്ലാസ് എടുക്കുമായിരുന്നു, 10 സിയിൽ. നല്ല മികച്ച ഇംഗ്ലീഷുള്ള ഒരു 1ാം തരം അധ്യാപകൻ. പിന്നെ മറ്റുള്ളവരെ പോലല്ല, ഒരു പദത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയാൻ മടിയൊന്നുമില്ല. നേരെ ഓഫീസിൽ നിന്ന് ഡിക്ഷണറി എടുത്തുകൊണ്ട് വരാൻ പറയും. ആ ഡിക്ഷണറി തുറന്ന് അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞിട്ട് അവിടെ ആപ്ലിക്കബിളുടെ അർത്ഥം അദ്ദേഹം പറഞ്ഞു തരും. പ്രൗഢമായ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. ആ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇരുന്നുകൊണ്ട് തന്നെ ആയിരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളൊരു ബോധ്യം എനിക്കൊന്ന് വന്നിരുന്നു. ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതുപോലെ ആയിരിക്കില്ല എല്ലാവരുടെയും കാര്യത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാകും, പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സ്കില്ല് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്കൂൾ കഴിഞ്ഞാൽ
നമ്മുടെ മലയാളം മീഡിയത്തിൽ, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്, പെട്ടെന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. പിന്നീട് ഡിഗ്രിയൊക്കെ പഠിക്കാൻ പോയപ്പം ഞാൻ കേരളത്തിന് വെളിയിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടും കൂടിയാണ് എനിക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്. പിൽക്കാലത്ത് ഞാൻ ഇംഗ്ലീഷ് മാഗസിൻ്റെ, സയൻസ് മാഗസിൻ്റെ എഡിറ്ററായിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇന്നും എഴുതുന്നുണ്ട്, ബുക്ക് എഴുതുന്നുണ്ട്. അങ്ങനെ എല്ലാം കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. മലയാളം മീഡിയത്തിൽ പഠിച്ചു പോയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ കേരളത്തിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഡയറക്റ്റ്ലി മലയാളം മീഡിയത്തിൽ മാത്രം പഠിച്ച് ഇത്ര ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ സമ്പ്രദായത്തിൽ അത്ര യാതൊരു എളുപ്പമായിട്ട് തോന്നുന്നില്ല, അത്ര എളുപ്പമല്ല. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട രീതിയിലും കുറച്ച് മാറ്റം വേണം. നമുക്ക് സംസാര ഭാഷയായിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ കുറച്ചുകൂടെ സ്പോക്കൺ സ്റ്റൈൽ അവിടെ എടുക്കേണ്ട ഒരു ആവശ്യമാണ്. ഏതെങ്കിലും ഒരു ഭാഷ നമുക്ക് സംസാരിക്കണമെങ്കിൽ അത് പഠിക്കേണ്ട ഏറ്റവും മികച്ച രീതി, അതിനൊരു ഉദാഹരണം കേരളത്തിൽ തന്നെയുണ്ട്. പണ്ട് വിശ്വസംസ്കൃത പ്രതിഷ്ഠാൻ എന്നൊരു സംഘടന കൊടുങ്ങല്ലൂർ ആസ്ഥാനമായിട്ടാണ് കേരളത്തിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഗുജറാത്തിൽ ജയിലിൽ കിടന്ന ഒരു RSS പ്രവർത്തകൻ സ്ഥാപിച്ച സംഘടനയാണ് സംസ്കൃതം പ്രചരിപ്പിക്കുക. അത് സ്പോക്കൺ രീതിയിൽ സംസ്കൃതം സംസാരിക്കാനുള്ള ഒരു 20 ദിവസത്തെ കോഴ്സ് അവരുണ്ടാക്കി. 20 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ സംസ്കൃതം സംസാരിക്കും. സത്യത്തിൽ ഇതൊരു നല്ല മോഡലാണ്. 20 ദിവസം കൊണ്ട് ഇതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര എളുപ്പമുണ്ടായിരുന്നു. നമ്മൾ ആ രീതിക്കല്ല പഠിപ്പിക്കുന്നത്. നമ്മളവിടെ ഗ്രാമറുണ്ട്, സാഹിത്യമുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ആഗോളതലത്തിലുള്ള അതിമഹത്തായിട്ടുള്ള ഇംഗ്ലീഷ് സാഹിത്യത്തിലെ എല്ലാ രത്നങ്ങളും നമ്മുടെ മുന്നിൽ എത്തിച്ച് നമ്മളത് വെച്ചാണ് പഠിക്കുന്നത്. ആ അർത്ഥത്തിൽ അതൊരു വളരെ മഹത്തരമായ ഒന്നാണ്. നമ്മൾ വേഡ്സ്വർത്തിനെ പഠിക്കുന്നു, പല കവികളെ പറ്റി, ഷേക്സ്പിയർ ഇങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ കോണ്ടംപററി റൈറ്റേഴ്സ്, ഉൽക്കരാജാനന്ദരെ പോലുള്ളവരുടെയൊക്കെ കൃതികളൊക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം എന്നെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം നിരവധി രത്നങ്ങളും മുത്തുകളും സാഹിത്യത്തിലുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും സംസാരിക്കാൻ പറ്റില്ല. അതല്ല, ഇതൊക്കെ പറഞ്ഞാലും റഹീം എന്ന് പറയുന്ന MP അദ്ദേഹം പൊതുപ്രവർത്തകനായിട്ടുള്ള ജീവിതം തുടങ്ങിയിട്ട് കുറേ നാളായി. കുറച്ച് നാളായിട്ട് കേരളത്തിന് വെളിയിലുമാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ഇത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അന്നൊന്നും തോന്നിയില്ല എന്ന് പറയുന്നിടത്തും അദ്ദേഹത്തിന്റെ വീഴ്ചയുണ്ട്. ഒരു നാടിന്റെ മുഴുവൻ പ്രശ്നം പ്രസന്റ് ചെയ്യേണ്ട ഒരാളാണ് അദ്ദേഹം. കേരളത്തിലല്ല എപ്പോഴും ജീവിക്കുന്നത്, MP എന്നുള്ളതിലേക്ക് ഡൽഹിയിലാണ്. അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയണത് ഡൽഹിയിലുള്ള ഒരു ദേശീയ സമൂഹവും അന്താരാഷ്ട്ര സമൂഹമുണ്ട്. കാരണം ഒരു ക്യാപിറ്റലാണല്ലോ. അവിടെയൊക്കെ ജീവിക്കുമ്പോൾ ഹിന്ദി മാത്രമല്ല ഇംഗ്ലീഷും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യപ്പെടേണ്ടതെന്ന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം മൂടിക്കെട്ടിയിരിക്കുകയാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതോ അദ്ദേഹം ട്രാൻസ്ലേറ്റർ വെച്ച് മലയാളം സംസാരിക്കുകയാണോ? ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പതറ്റിക്. കഷ്ടമാണത്, അത്രേ പറയാനുള്ളൂ. ഇതിൽ നിന്ന് അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്യണം. അദ്ദേഹം ഇപ്പം കേരളത്തിലെ പല നല്ല മിടുക്കന്മാരായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ടായിരുന്നു. കുറച്ച് കൊഞ്ഞപ്പോടുകൂടി സംസാരിച്ചിരുന്ന ആളാണ് K. കരുണാകരൻ. പക്ഷേ അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുന്ന വീഡിയോസ് നമുക്ക് ഇൻ്റർവ്യൂസ് കാണാം. നമ്മുടെ യൂട്യൂബിൽ തിരഞ്ഞാൽ നായനാരും സംസാരിക്കുമായിരുന്നു. എങ്കിലും സീതി ഹാജി നായനാരെ കളിയാക്കിയിട്ടുണ്ട്. സർ, അതിന്റെ കൂടെ ഒന്നും കൂടെ പറഞ്ഞു പോകാന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു സംശയമാണ്. മോദി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് വളരെയധികം ആക്ഷേപിച്ചിട്ടുള്ള ആളുകളാണ് ഈ CPM എന്ന് പറയുന്ന. പ്രോംപ്റ്റർ ഉപയോഗിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ട്രോള് കുറച്ചെങ്ങാനുമാണോ? അതെ, അതായത് ഇവിടെ ഒരു ആള് അധിക്ഷേപിക്കപ്പെടുന്നതും അദ്ദേഹത്തെ അനുകൂലിക്കുന്നതും ആളിൻ്റെ ക്വാളിറ്റിയുടെയോ ഭാഷാപരിജ്ഞാനത്തിൻ്റെ ഒന്നും ബേസിലില്ല, പക്ക രാഷ്ട്രീയത്തിൻ്റെ ബേസിലാണ്. അതായത് റഹീം ഇത് പറ്റുമ്പോൾ അദ്ദേഹത്തോട് അനുതാപം, അങ്ങനെ പറയരുതേ, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ വരുമ്പോൾ, മറിച്ച് മോഡിയാണെങ്കിൽ അവർ കൊല വിളിക്കും. ഇവർ പഠിക്കേണ്ട ഒരു എക്സാമ്പിൾസ് ഉണ്ട്. CPM-നകത്ത് തന്നെ ഏറ്റവും മികച്ച എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു. അതൊന്ന് EMS നമ്പൂതിരിപ്പാടാണ്. ഇംഗ്ലീഷിൽ അഗാധ ജ്ഞാനമുള്ള അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞാൽ, ഇംഗ്ലീഷിലുള്ള കോളംസ് എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരാൾക്ക് ഇംഗ്ലീഷ് പഠിക്കാതെ മതിയായിരുന്നു. ഇങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അത്തരം പാരമ്പര്യത്തിൽ നിന്നാണ് എല്ലാം തകർന്ന് ഒരു റഹീമിനെ പോലുള്ള എക്സാമ്പിൾ മുന്നിൽ വന്നിരിക്കുന്നത്. CH മേനോൻ ഉണ്ടായിരുന്നു, നല്ല ഇംഗ്ലീഷ് ജ്ഞാനമുള്ള ആളായിരുന്നു. കോൺഗ്രസിനകത്തും പല നേതാക്കന്മാരും, ഞാൻ കരുണാകരൻ്റെ പേര് പറഞ്ഞ് വെറുതെ അല്ല. ഇന്ന് തരൂർ ഇതുപോലെ, BJP-യിലാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിന് മലയാളത്തേക്ക് വഴങ്ങുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അതുപോലെ പല നേതാക്കന്മാരും ഇതിനകത്തൊക്കെ ഉണ്ട്. ഇന്നും ഞാൻ പറയണു CPM-ലും പല നേതാക്കന്മാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നതൊക്കെ മികച്ച രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. ജോൺ ബ്രിട്ടാസും ഇംഗ്ലീഷിൽ പാർലമെൻറ്റ് സംസാരിക്കാറുണ്ട്. ഹിന്ദിയൊക്കെ കൂടുതൽ മലയാളിക്ക് പറ്റുന്നത് അതായിരിക്കും. പക്ഷേ റഹീം ഇമ്പ്രൂവ് ചെയ്തേ പറ്റും. റഹീമിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം അടിസ്ഥാനപരമായിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ കുറേ പാളിച്ചയുണ്ട്. ആ പാളിച്ചയ്ക്ക് അകത്ത് നിന്ന് ജീവിക്കാൻ പോയാൽ ഒരിക്കലും ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കില്ല. നമ്മൾ അതിൽ നിന്ന് ഒരു പരിശീലനം കൊണ്ട് പുറത്ത് വന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയാലേ ചിലപ്പോൾ രക്ഷപ്പെടുകയുള്ളൂ. ഇതാണ് ഇവിടുത്തെ കഷ്ടത. അപ്പോൾ പണ്ട് EMS സംസാരിച്ചവരെന്ന് ചോദിക്കാം. അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ശൈലിയും ക്വാളിറ്റിയും വേറെ ആയിരുന്നു എന്നും കൂടി ഒരു ആൻസർ പറയേണ്ടി വരും. മുൻകാലങ്ങളിൽ അന്നത്തെ സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷിന് കുറച്ച് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇപ്പം പഴയ കാലത്ത് പട്ടാളത്തിൽ, ഇന്ന് പട്ടാളത്തിൽ ഹിന്ദിയാണ്. പണ്ട് രണ്ടാം ലോക യുദ്ധത്തിന് മുമ്പുള്ള പട്ടാളക്കാർക്കൊന്നും ഹിന്ദി അറിയില്ല. അന്ന് ഇംഗ്ലീഷാണ് അവർ ഉപയോഗിക്കുന്നത്.
അങ്ങനത്തെ ഒരു കാലമുണ്ട്. ഇംഗ്ലീഷിന് ബ്രിട്ടീഷുകാരുടെ അടുത്ത് പ്രാമുഖ്യം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ പോകുമ്പോൾ പോക്കോട്ടെ, കുഴപ്പമില്ല, അവരോ അവരുടെ പ്രേതങ്ങളോ നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഭാഷാജ്ഞാനം എന്നുള്ളതിന് ഈ അതിർവരമ്പുകളില്ല. നമ്മളെ ഭാഷ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ മികച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് വേണം. എനിക്കായാലും നിങ്ങൾക്കായാലും അത് റഹീമിനായാലും തരൂരിനായാലും ആർക്കായാലും വേണം. ഏത് ഭാഷയാണോ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഇംഗ്ലീഷെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി എങ്കിൽ ഹിന്ദി. ഇപ്പോൾ കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല നേതാവുണ്ട്. അദ്ദേഹം പണ്ട് MP ആയപ്പോൾ ആദ്യമായിട്ട് ഏറ്റവും ഫേമസ് ആയത് പാർലമെൻറ്റിലെ ഏറ്റവും മികച്ച ഹിന്ദി പ്രാസംഗികൻ എന്നുള്ള പേരിലായിരുന്നു. അപ്പോൾ ഹിന്ദി ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാൾ. നമുക്കിത് പറ്റിയില്ലെങ്കിൽ ഒരു കോഴ്സിനൊക്കെ പോയി ഇത് പഠിച്ച് ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് ആരുടെയെങ്കിലുമൊക്കെ സഹായത്തോട് കൂടിയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. തമിഴാണെങ്കിൽ തമിഴ്, ഏതും ആയിക്കോട്ടെ, നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ പാർലമെൻറ്റിൽ സംസാരിക്കാൻ എന്നും പ്രാദേശിക ഭാഷ മതിയെങ്കിലും നമ്മൾ നമ്മുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ചിലപ്പോൾ ചില അന്യഭാഷാ പരിജ്ഞാനങ്ങളും വേണ്ടി വരും. അതിന് വേണ്ടുന്ന പരിശീലനങ്ങൾ എടുക്കേണ്ടി വരും. അതിൽ കേരളം അക്കാര്യത്തിൽ കുറച്ചുകൂടി നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ പ്രയത്നിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 മാസം പൂർത്തിയാവുകയും കൂടിയാണ്. എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.